മാതൃരാജ്യത്തിനും മാതൃഭാഷയ്ക്കും വേണ്ടി ഒരു നൂറ്റാണ്ട് മുമ്പ് കോഴിക്കോട് ടൗൺ ഹാളിൽ നടന്ന സമരം. വർഷം 1916. യൂറോപ്പിൽ യുദ്ധം കൊടുമ്പിരികൊണ്ടിരിക്കുന്ന സമയം. ബ്രിട്ടനും ഫ്രാൻസും ഒരു ഭാഗത്ത്, മറുഭാഗത്ത് ഇറ്റലിയും ജർമ്മനിയും. ബ്രിട്ടന്റെ ഏറ്റവും വലിയ കോളനിയായിരുന്നു ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും തെക്കേ അറ്റത്ത് മലബാറും. കീഴടക്കപ്പെട്ട ജനതയുടെ അഥവാ മലബാറിലെ ജനതയുടെ പിന്തുണ നേടാനായി അന്നത്തെ ബ്രിട്ടീഷ് ഭരണകൂടം കിണിഞ്ഞ് ശ്രമിച്ചു. ഒന്നാം ലോക യുദ്ധത്തിൽ മലബാറുകാരുടെ, അതായത് കോളനിവാസികളുടെ പിന്തുണ ആർജിക്കാനായി മലബാറിലെ ബ്രിട്ടീഷ് ഭരണകൂടം ടൗൺ ഹാളിൽ ഒരു യോഗം വിളിച്ചു ചേർത്തു. യോഗത്തിന്റെ മുഖ്യ സംഘാടകൻ മലബാർ ജില്ലാ കളക്ടറായിരുന്ന ഇവാൻസ് ആയിരുന്നു. കോഴിക്കോട്ടെ പൗരപ്രമുഖരെയായിരുന്നു യോഗത്തിലേക്ക് ക്ഷണിച്ചത്. യോഗത്തിൽ അന്നത്തെ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി സെക്രട്ടറി ശ്രീ KP കേശവ മേനോൻ മലയാളത്തിൽ പ്രസംഗിക്കാൻ തുടങ്ങി. ഇതിൽ ക്ഷുഭിതനായ ജില്ലാ കളക്ടർ ഇടപെടുകയും ശ്രീ KP കേശവ മേനോനോട് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ശ്രീ KP കേശവ മേനോനും അനുയായികളും യോഗം ബഹിഷ്കരിച്ചു. ഇതോടെ യോഗവേദി ഏതാണ്ട് ശൂന്യമായി മാറി. അങ്ങനെ മാതൃരാജ്യത്തിനും മാതൃഭാഷയ്ക്കും വേണ്ടി ഒരു നൂറ്റാണ്ട് മുമ്പ് കോഴിക്കോട് ടൗൺ ഹാളിൽ ആരംഭിച്ച സമരം മലബാറിന്റെ ചരിത്രത്തിലെ രചിതരേഖയായി മാറി.